നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോങ്നൂച്ച് പട്ടായ ഗാർഡനിൽ പോയതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കണ്ടത്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള എലഫൻറ്റ് തിയേറ്ററിൽ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മൾ പുറത്ത് വെച്ച് കണ്ട ആനക്കുട്ടന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഒരു ആനയുടെ വാല് പിടിച്ചിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് എല്ലാവരും ഇതുപോൽക്കൊന്ന് കറങ്ങി അടിച്ച്. ആ മുന്നേ പോകുന്നവൻ ഭയങ്കര കുറുമ്പനാണ് കേട്ടോ. നമ്മളാ കണ്ട ഒരു കൊച്ചാനയാണെന്ന് തോന്നുന്നവന്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര കുറുമ്പാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, കണ്ണെടുക്കാൻ തോന്നത്തില്ല. അങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെയാണ് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ എല്ലാം കൂടെ കഴിച്ചു വെച്ചത്. നല്ല രസമായിരുന്നു. ഫുട്ബോൾ കളി, അതുപോലെ തന്നെ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ, ബാസ്ക്കറ്റ് ബോൾ, എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലപ്പം വിചാരിക്കും ഈ ആനകളൊക്കെ പപ്പന്മാർ പറയുന്ന അനുസരിച്ചിട്ട് ഇത്രയും അനുസരണശീലം കണ്ടില്ല. ഇവിടെയൊക്കെ എന്ത് രസമെന്ന് എനിക്ക് ഓരോരോ പോസിലൊക്കെ ഇരുത്തി പിന്നെ അവർ പറയുന്ന അനുസരിച്ചിട്ട് അവിടെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ കണ്ടു നോക്കാം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഫുട്ബോൾ കളിയാണ്. ഭയങ്കര കുറുമ്പനാ. ഡാൻസ് കളിക്കുന്നുണ്ടോ അവന് വരുന്നത്? ഇത് കണ്ടോ, ഇത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ആന പടം വരയ്ക്കുകയാണ്. ഇത് ഒരു മരമാണ് വരയ്ക്കുന്നത്. ഈ കുറുമ്പനാണെങ്കിൽ കണ്ടില്ലേ, നല്ല രസമായിട്ടാണ്. അതാ വൃക്ഷമൊക്കെ പിടിച്ച്
നല്ല രസമാണ് വരയ്ക്കുന്ന കാണാനായിട്ട്. ഈ ഒരു വരച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിത് അനൗൺസ് ചെയ്യും, ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്കിത് വാങ്ങിക്കാമെന്ന്. എന്തായാലും ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ പ്രൈസ് എനിക്കറിയില്ല എത്ര കൊടുത്തിട്ടാണ് വാങ്ങിച്ചതെന്ന്. ഇത് ഹസ്ബൻഡിന് ഇങ്ങനത്തെയൊക്കെ ഉള്ളത് ഭയങ്കര താല്പര്യം. ഇങ്ങനത്തെയൊക്കെ ചില എന്താ പറയുന്നത് വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ളതുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടാമെന്നുള്ളത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല, ഇത് മോനെ വിട്ടിട്ട് വാങ്ങിപ്പിച്ചതാണ്. എന്തായാലും സംഭവം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഞാനത് ലാസ്റ്റ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. ഇത് കണ്ടോ, ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ ഈ കാണികളായിട്ട് ഇരിക്കുന്നവരുണ്ടല്ലോ, അതായത് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും, അവരിൽ നിന്നും കുറച്ച് പേരെ ഇവർ പറഞ്ഞു ധൈര്യമുള്ളവർക്ക് താഴോട്ട് വന്ന് ഇതുപോലൊന്ന് കിടക്കാമോ എന്ന് ചോദിച്ചു. അന്നേരം ഇങ്ങനെ അവരിങ്ങനെ കിടന്നു, ഇങ്ങനെ ഒരു പായയിൽ ഇങ്ങനെ കിടന്നിട്ട് നോക്കിക്കേ ആന ഇങ്ങനെ മറികടക്കുകയാണ്. പക്ഷേ ഇതൊരു വിശ്വാസമുണ്ട്, ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആന മറികടക്കുന്നത് എന്തോ നല്ലതാണ്, അതായത് ഭാഗ്യമാണ് എന്നൊക്കെയുള്ള എന്തോ ഒരു വിശ്വാസമുണ്ട്. അതുപോലൊന്ന് പേടി മാറുമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവിടെ. എന്തായാലും ഈ ഫോറിനേഴ്സിനൊക്കെ ഭയങ്കര കാര്യമാണ് ഈ ആനയെന്ന് പറയുന്നത്. അവരാണെങ്കിൽ എന്തോരം പഴവും കാര്യങ്ങളൊക്കെ എന്നറിയോ. അതുപോലെ തന്നെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കുന്നു. ഇനി അടുത്തത് കണ്ടില്ലേ, അവിടെ ഒരു സ്ത്രീയെ അങ്ങനെ തന്നെ കിടത്തിച്ചിട്ട് ഒരു മേളിൽ ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്തു. ഞങ്ങൾ വിചാരിച്ചത് എന്തോനാന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അത് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഒരു ഡോക്ടറാന വരുന്നു. ഡോക്ടറാന വന്നിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. ആ ഒരു ആന വന്നിട്ട് പുള്ളിക്കാരത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് ധൈര്യം വേണം. അത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ആന വന്നിട്ട് ആ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്കൊരുമാതിരി പേടിയുണ്ട്, പിന്നെ രസവുമുണ്ട്. അങ്ങനത്തെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് വരുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ആളെ കണ്ടില്ലേ, അടുത്തൊരു ഡോക്ടറാണ് വന്നിട്ട് വേറൊരാൾക്ക്. എന്തായാലും നല്ല ധൈര്യമുള്ളവർക്കും മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ കൺട്രോളിലാണ് ഈ ഒരു ആനപ്പാപ്പന്മാരെയുള്ള കൺട്രോളിലാണ് എല്ലാം. അടുത്ത് വരുന്നുണ്ട്. എന്തായാലും ചുരുക്കം പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് തന്നെ ചില ആനകൾ ഇത് കണ്ടില്ലേ, അടുത്ത എന്തോ പെർഫോമൻസാണ്. ഇങ്ങനെ റിങ് ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര കളിയായി. കൊച്ചു കുറുമ്പന്മാരാണ് ബഹുരസം. നല്ല രസമായിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ആനകൾ ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും ഇങ്ങനെ നിന്നിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഫോട്ടോ എടുക്കുകയോ അതിനെ പിടിക്കുകയോ ഒക്കെ ചെയ്യാം. പഴമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടേ ആനകൾ പാപ്പന്മാർ പറയുന്നതനുസരിച്ചിട്ട് ഈ പറഞ്ഞാൽ കാശൊക്കെ വാങ്ങിക്കും കേട്ടോ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞല്ലോ, 20 തായ്ബാത്തൊക്കെ ആയിരുന്നു
ഇങ്ങനെ നിന്നെടുക്കുന്നതിന്. എന്തായാലും ചുരുക്കം പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ വാങ്ങിച്ച ആന പെയിൻ്റ് അടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.